ന്യൂസിലേക്ക് സ്വാഗതം. ആഗോള വിശ്വാസി സമൂഹത്തിന്റെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി അർപ്പിച്ച ഫ്രാൻസിസ് പാപ്പ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്നതിന് നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. ഇതിനിടെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മൂലം റോമിലെ ജെമലി ആശുപത്രിയിൽ ഫ്രാൻസിസ് പാപ്പയുടെ ചികിത്സയും ആരോഗ്യസ്ഥിതിയും മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. പാപ്പ കഴിഞ്ഞ ദിവസം ടെലിവിഷനിലൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തുവെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടറും പ്രമുഖ വചനപ്രഘോഷകനുമായ ഡൊമിനിക് വാളബ്നാൽ അച്ഛനാൽ സ്ഥാപിതമായ ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ് പുതിയ താപസ സന്യാസ സമൂഹം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള സിറോ മലബാർ സഭയിലെ സൂയി ലൂയിസ് മൊണാസ്ട്രിയായി ഉയർത്തപ്പെട്ടു. പ്രഥമ അംഗങ്ങളായി നവസന്യാസ പരിശീലനം പൂർത്തിയാക്കിയ 7 പേരുടെ ആദ്യ വ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മരിയൻ ധ്യാന കേന്ദ്രത്തിന്റെ ചാപ്പലിൽ വെച്ചാണ് നടന്നത്. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച് സമർപ്പിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ റിപ്പോർട്ടിലെ ശുപാർശകളിന്മേലുള്ള തുടർ നടപടിയിൽ മികച്ച പുരോഗതിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. വകുപ്പുകൾക്ക് ഇതിനകം നടപ്പാക്കാൻ കഴിയുന്നവയിൽ മിക്കവയും നടപ്പിലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവ അടിയന്തരമായി നടപ്പാക്കണമെന്നും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടറി തല കമ്മിറ്റി മോണിറ്ററിംഗ് നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മ്യാൻമറിൽ ക്രൂരമായി കൊല്ലപ്പെട്ട പുരോഹിതന്റെ മരണത്തിൽ അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുവാനും അക്രമം അവസാനിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തും മ്യാൻമറിലെ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് കർദിനാൾ ചാൾസ് മൗങ്ബോ ഫെബ്രുവരി 14 ആയുധധാരികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മണ്ടാലയിലെ കത്തോലിക്ക അതിരൂപതയിലെ പുരോഹിതനായ ഫാദർ ഡൊണാൾഡ് മാർട്ടിനോടുള്ള അനുശോചന കുറിപ്പിലാണ് കർദിനാൾ ബോ ഇപ്രകാരം പങ്കുവച്ചത്. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി 25ാമത് ചൈതന്യ കാർഷിക മേളയോടും സ്വാശ്രയ സംഘം മഹോത്സവത്തോടുമനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സാമൂഹ്യ ശ്രേഷ്ഠ പുരസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനുമായ ഡോക്ടർ TK ജയകുമാറിന് സമ്മാനിച്ചു. സാമൂഹ്യ ആതുര ശുശ്രൂഷ രംഗത്ത് ശാസ്ത്രീയവും ജനോപകാരപ്രദവുമായ മികവാർന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്ന ഡോക്ടർ TK ജയകുമാറിന്റെ സേവനങ്ങളെ മാനിച്ചുകൊണ്ടാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.